കേരളത്തിലെ പോലെ തന്നെ ഫിലിപ്പീൻസിൽ നല്ല ചൂടായതുകൊണ്ട് തന്നെ രാവിലെ വേർത്ത് കുളിച്ചിട്ടായിരുന്നു ഉറക്കണീറ്റിട്ടുണ്ടായിരുന്നത്. ചൂടത്തിന് ചൂട് ചായ കുടിക്കാൻ വയ്യാത്തതുകൊണ്ട് എൻ്റെ ഇപ്പോൾ സ്ഥിരം പരിപാടി വെള്ളത്തിൽ ചുമ്മാ പാൽപ്പൊടിയും ബൂസ്റ്റും അല്ലെ ബ്രൂ ഒക്കെ കലക്കി കുടിക്കുക എന്നാണ്. കാരണം ചൂട് കുടിച്ചാൽ അതിനെക്കാട്ടും ചൂടാവും. അങ്ങനെ രാവിലെ പുട്ടും ചിക്കനും ഉണ്ടാക്കാമെന്ന് വെച്ച് ഇറങ്ങിയിട്ട് പുട്ടിനെയൊക്കെ കരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ വെള്ളം ഒന്ന് ചെറുതായിട്ട് തീർന്നു, പാത്രം ഒന്ന് ചെറുതായിട്ട് കരിഞ്ഞു പോയി. അത് ഞാൻ അറിഞ്ഞില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞൊരു മണം വന്നപ്പോഴാണ് അറിഞ്ഞത്. രാവിലെ നല്ല മടിയായതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കാണ് ഞാൻ ഈ പുട്ടും ചിക്കനും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകിട്ടായപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കി കപ്പ ബിരിയാണിയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രിയായപ്പോൾ ഞാൻ വിചാരിച്ചു പോയി കുറച്ച് പൂവെടുത്ത് അവിടെ കുറച്ച് മാങ്ങ കിട്ടുന്ന സ്ഥലമുണ്ട്. തറയിൽ കുറേ മാങ്ങ ഇതേപോലെ കിടക്കും. അപ്പോൾ അതിൽ നിന്ന് നല്ലതൊക്കെ നോക്കി ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് ജ്യൂസും ഫ്രൂട്ട് സലാഡ് പോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഇതാണ് കേസ് ഇന്ന് ഞാൻ പറിച്ചുകൊണ്ട് വന്ന പൂവ്. അങ്ങനെ പോക്കറ്റിലിട്ട പൂവൊക്കെ എടുത്ത് പിന്നെ ഇതായിരുന്നു മാങ്ങ. കുറച്ച് പച്ചമാങ്ങയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ മാറ്റിയിട്ട് പഴുത്ത മാങ്ങയായിരുന്നു ഞാനൊന്ന് ജ്യൂസ് അടിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മാങ്ങയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി ഞാൻ വിചാരിച്ചൊന്ന് ജ്യൂസ് അടിക്കാമെന്ന്. പക്ഷേ എൻ്റെ മിക്സിക്ക് ചെറിയ കുഴപ്പമുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അതിന് കുഴപ്പം വരാറുണ്ട്. ഞാൻ ജ്യൂസ് അടിക്കാൻ എടുത്തപ്പോഴും അതിന് കുഴപ്പമായിരുന്നു. അങ്ങനെ മിക്സിയിൽ അരയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതെല്ലാം അരിഞ്ഞത് അതേപടി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഗൈസ് എൻ്റെ ഒരു പൊട്ട മിക്സി. അപ്പോഴപ്പോഴും അതിനെ തോന്നുമ്പം മാത്രമേ വർക്ക് ചെയ്യാറുള്ളൂ. ജ്യൂസ് കിട്ടാത്ത സങ്കടത്തിൽ പിന്നെ ബാക്കിയുണ്ടായിരുന്ന കുറച്ച് കപ്പ ബിരിയാണിയും കൂടെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. ബീഫ് വെച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയത്. ഞാൻ ഇതിനു മുമ്പ് ചിക്കൻ വെച്ചിട്ടുള്ള കപ്പ ബിരിയാണി ആയിരുന്നു ഇതിനു മുമ്പ് ഒരിക്കൽ കഴിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യമായിട്ടാണ് ബീഫ് കൊണ്ടുള്ള കപ്പ ബിരിയാണി കഴിക്കുന്നത്. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ രാത്രിയായപ്പോൾ എനിക്ക് മാങ്ങയുടെ ഓർമ്മ വന്നു. പിന്നെ ഞാൻ ആ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച മാങ്ങേനെ എടുത്തിട്ട് ഇതൊരു ക്രീമർ പോലത്തെ ഒരു സാധനമാണ്. ഇത് ഞാൻ ഇവിടെ നിന്ന് ആദ്യമായിട്ടാണ് വാങ്ങിച്ചു നോക്കുന്നത്. പിന്നെ അതുകൂടെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊതുവേ ഞാൻ പാൽപ്പൊടിയും മിൽക്ക് മെയ്ഡാണ് ഇടാറുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ പാൽപ്പൊടിയും ക്രീമറും ആയിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗായ്സ്.